ഇതാര്? അതെ 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 നമ്മുടെ താരക്കുട്ടി. അല്ല നേരത്തെ ഇവിടെ വരുമ്പോഴേ ഇവിടെ ഇരിക്കുമ്പോ അടുത്തേക്ക് വരാൻ ഇങ്ങനെ വെമ്പല് കൊള്ളാറുണ്ട്. ഇതിപ്പോ തൊട്ടടുത്ത് കിട്ടി വന്നപ്പോ തന്നെ അല്ലേ? താരക്കുട്ടി എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്നാലും ഒരു 2-3 പറ. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്. ഇവിടുത്തെ ജിമ്മൻ മാമനുണ്ട്. ജിമ്മൻ മാമനോ? ആ ജിമ്മൻ മാമൻ. ജിമ്മനോ? അങ്ങനത്തെ ഒരു മാമനുണ്ട് ഇവിടെ. ഇവിടെ എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? അത് ജിമ്മാണോ? ഓ അത് ശരി. അപ്പൊ ആ മാമൻ എന്നെ എപ്പോഴും പിരികേറ്റും. താരക്കുട്ടിയാണോന്നൊക്കെ ചോദിച്ചിട്ട് താരക്കുട്ടി വന്നോന്നൊക്കെ ചോദിക്കും. ഞാൻ അവിടെ ഉണ്ടായാലും അപ്പൊ ഞാൻ ഇല്ലാത്ത പോലെയൊക്കെ ആക്ഷൻ കാണിക്കും. എന്നിട്ട് ഞാൻ ഇന്ന് ഡ്രസ് ഞാൻ കീറി. ജിമ്മന്റെയോ? ജിമ്മങ്ങളുടെ ഡ്രസ് കീറിയോ? എങ്ങനെ കീറി? ഞാനൊരു കത്രിക എടുത്ത് മുറിച്ച്. മറ്റേ കിലുക്കത്തി പറയുന്ന പോലെ ഇത്രയും ഞാൻ ചെയ്തു. ഓക്കെ, ഏത് പാട്ടാണ് പാടുന്നേ? ഞാൻ പക്ഷെ സങ്കടപ്പാട്ടാ. അയ്യോ എനിക്കത് സങ്കടപ്പാട്ടാണല്ലേ? ഈ സിനിമയില് മറ്റേ ഒരു ആന്റീനെ ടെലിഫോണിൽ വിളിക്കുന്ന ഗീതു ആന്റി മോളുടെ അച്ഛൻ മരിച്ചത്. അപ്പൊ അതിന്റെ ഒരു സങ്കടം ഉണ്ട്. ആ സങ്കടം കൂടി ഉണ്ട് ഈ താരാട്ട് പാട്ടിലല്ലേ? മാത്രമല്ല ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഈ പടത്തിനും 1 മുതൽ 0 വരെ അല്ലേ? അതെ അല്ലേ? അപ്പൊ ഇതിനകത്ത് ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. ഒന്ന് നമ്മുടെ മോഹൻ സിത്താരയുടെ ഫസ്റ്റ് ഫിലിം, വേണുഗോപാൽ, അതുപോലെ എനിക്ക് തോന്നുന്ന ഇതിന്റെ ഡയറക്ടർ ഗീതു മോഹൻദാസ്. അങ്ങനെ ഒരുപാട് പേരുടെ ഇൻട്രഡക്ഷൻ നടന്ന ഒരു സിനിമയാണിത്. മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഓക്കെ, വേറൊന്നും അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എഴുതിയത് NV കുറുപ്പ് സാർ, മ്യൂസിക് ചെയ്തത് മോഹൻ പറഞ്ഞല്ലോ. അപ്പൊ ഏത് വർഷമാണെന്ന് കൂടെ പറഞ്ഞേര്. വർഷം 1986. ഓ ഓക്കെ. അപ്പം നമ്മൾ തകർക്കുന്നു അല്ലേ? അടിച്ചു പൊളിക്കുന്നു. റെഡി? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൊന്നും തിങ്കൾ പോറ്റും മാനേ
ആഹാ അതിമനോഹരം. താങ്ക് യു. സൂപ്പർ ആയിട്ട് പാടി. അതെ കാലയ്ക്ക് അടിപൊളി. കാലയ്ക്ക് മോളെ. അതെ അതെ. യഥാർത്ഥമായിട്ടുള്ള ഫീല് ആ. ഈ കൊച്ചു പ്രായത്തില്. അതെ, അതെ. 7 വയസ്സ്. 7 വയസ്സ്. എത്ര ക്ലാസ് എത്ര? ക്ലാസ് 2. 2ാം ക്ലാസ്. ഓൺലി ഫ്ലവേഴ്സിന്റെ പിൻബലത്തിലോ 2ാം ക്ലാസ് 7 വയസ്സില് അതെ 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 അതെ. ഇത്രയും ഫീൽ അതിമനോഹരമായിട്ട് നമുക്ക് എക്സ്പ്രസീവ് ആയിട്ട് നമുക്ക് തന്നു. അതെ. നമുക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉം. മോള്